നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയപരിധി അവസാനിച്ചു. കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഓഫീസുകളിൽ വരണാധികാരികൾക്ക് മുൻപാകെ സ്ഥാനാർത്ഥികൾ കൂട്ടമായെത്തിയത് വലിയ തിരക്കിന് കാരണമായി. നാളെ സൂക്ഷ്മ പരിശോധന. കാസർഗോഡ് DCC ഓഫീസിലുണ്ടായ കയ്യാങ്കളി 2 അംഗ സമിതി അന്വേഷിക്കും. വിഷയത്തിൽ നടപടിയുണ്ടാകുമെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. കുപ്രസിദ്ധ മോഷ്ടാവ് തൊരപ്പൻ സന്തോഷ് പിടിയിൽ. കാസർഗോഡ് മേൽപ്പറമ്പിൽ സൂപ്പർ മാർക്കറ്റ് കുത്തിത്തുറന്ന് കവർച്ച നടത്തുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത്. SSF കാസർഗോഡ് ജില്ലാ ഹയർ സെക്കൻഡറി ഗാല 22-ന് മഞ്ചേശ്വരത്ത് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പണാജെ അർളപ്പദവിൽ പുലിയിറങ്ങിയതിനെ തുടർന്ന് പ്രദേശവാസികൾ ഭീതിയിൽ. കഴിഞ്ഞ ദിവസം വഴിയാത്രക്കാരനാണ് പുലിയെ കണ്ടത്. കാസർഗോഡ് പിറ്റ് NDPS ആക്ട് പ്രകാരം ഒരാൾ കൂടി കരുതൽ തടങ്കലിൽ. നെക്രാജെ സ്വദേശി ഇക്ബാൽ PM-നെയാണ് ബദിയടുക്ക പോലീസ് പിടികൂടിയത്. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയപരിധി സമാപിച്ചു. അവസാന ദിനമായ വെള്ളിയാഴ്ച കാസർഗോഡ് ജില്ലയിലെ വിവിധ മുന്നണികളുടെ എല്ലാ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഓഫീസുകളിൽ വരണാധികാരികൾക്ക് മുൻപാകെ സ്ഥാനാർത്ഥികൾ കൂട്ടമായി എത്തിയത് വലിയ തിരക്കിന് കാരണമായി. നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുക. പത്രിക പിൻവലിക്കുവാനുള്ള സമയപരിധി തീരുന്നത് നവംബർ 24-ന് തിങ്കളാഴ്ചയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയപരിധി അവസാനിച്ചു. ഇന്ന് 3 മണിവരെയായിരുന്നു പത്രിക സമർപ്പിക്കുവാനുള്ള അവസരം. ജില്ലാ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന NDA സ്ഥാനാർത്ഥികൾ കാസർഗോഡ് കളക്ടറേറ്റിന് മുന്നിൽ പ്രകടനമായി എത്തി പത്രിക സമർപ്പിച്ചു. മുതിർന്ന നേതാക്കളായ V. രവീന്ദ്രൻ, സതീഷ് ചന്ദ്ര ഭണ്ഡാരി, മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, BJP ജില്ലാ പ്രസിഡന്റ് അശ്വിനി ML, ജനറൽ സെക്രട്ടറി N. ബാബുരാജ്, സുകുമാരൻ കാലിക്കടവ്, ST മോർച്ച ജില്ലാ പ്രസിഡന്റ് നാരായണ നായിക് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സ്ഥാനാർത്ഥികളെ അനുഗമിച്ചു. പ്രകടനത്തോടെ എത്തി UDF സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു. SDPI NCP സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പത്രിക നൽകി. അവസാന ദിനമായതിനാൽ തന്നെ കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഓഫീസുകളിൽ വരണാധികാരികൾക്ക് മുൻപാകെ വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ കൂട്ടമായി എത്തിയത് വലിയ തിരക്കിനാണ് കാരണമായത്. പത്രികാ സമർപ്പണം പൂർത്തിയാകുന്നതോടെ മത്സര ചിത്രം തെളിയും. ശനിയാഴ്ചയാണ് സൂക്ഷ്മ പരിശോധന. പത്രിക പിൻവലിക്കുവാനുള്ള സമയപരിധി തീരുന്നത് തിങ്കളാഴ്ചയാണ്. ഇതോടെ വീറും വാശിയും നിറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് രാഷ്ട്രീയ കേരളം പ്രവേശിക്കും. കാസർഗോഡ് പലയിടത്തും മുന്നണികൾക്ക് ഭീഷണിയായി വിമതർ രംഗത്തുണ്ട്. വിമതരെയും അസന്തുഷ്ടരെയും അനുനയിപ്പിക്കുവാൻ 18 അടവും പയറ്റുന്ന തിരക്കിലാണ് പാർട്ടികൾ. ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയാകുന്ന വിമതരുടെയും സ്വതന്ത്രരുടെയും പത്രിക പിൻവലിപ്പിക്കുവാൻ അണിയറ ശ്രമങ്ങൾ സജീവമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് DCC ഓഫീസിലുണ്ടായ കയ്യാങ്കളി 2 അംഗ സമിതി അന്വേഷിക്കും. സംഭവം വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് കാരണമായ സാഹചര്യത്തിലാണ് പാർട്ടി തീരുമാനം. വിഷയത്തിൽ നടപടിയുണ്ടാകുമെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ പറഞ്ഞു. അതിനിടെ നേതാക്കളുടെ സംഘടന ദൃശ്യം പ്രചരിപ്പിച്ച കോൺഗ്രസ് നേതാവിനെ സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് DCC ഓഫീസിൽ നേതാക്കൾ തമ്മിൽ കയ്യാങ്കളിയുണ്ടായത്. DCC ഓഫീസിൽ സീറ്റ് വിഭജന ചർച്ചയ്ക്കിടെയാണ് DCC വൈസ് പ്രസിഡന്റും നേതാക്കളും തമ്മിൽ തല്ലിയത്. ഈസ്റ്റലേരി പഞ്ചായത്തിലെയും ജില്ലാ പഞ്ചായത്ത് ചിറ്റാരിക്കാൽ ഡിവിഷനിലെയും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചർച്ചയ്ക്കിടെയാണ് DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമ്മാക്കൽ ഉൾപ്പെടെയുള്ളവർ ചേരിതിരിഞ്ഞ് തല്ലിയത്. പന്തമ്മാക്കലിനും ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് വാസുദേവനും മർദ്ദനമേറ്റു. ജെയിംസ് പന്തമ്മാക്കലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് വിമതർ 2015-ലെ തെരഞ്ഞെടുപ്പിൽ DDF എന്ന പേരിൽ മത്സരിച്ച് ഈസ്റ്റലേരിയിൽ അധികാരത്തിലെത്തിയിരുന്നു. കോൺഗ്രസ് മാത്രം ഭരിച്ചിരുന്ന ഈസ്റ്റലേരിയിൽ ഒരു സീറ്റിൽ പോലും അവർക്ക് ജയിക്കുവാനായിരുന്നില്ല. പിന്നീട് DDF കോൺഗ്രസിൽ ചേരുകയായിരുന്നു. സീറ്റ് വിഭജന ചർച്ചയ്ക്കിടെ തെരഞ്ഞെടുപ്പിൽ ഇവർ 7 സീറ്റ് ആവശ്യപ്പെട്ടു. 2 സീറ്റിനപ്പുറം നൽകില്ലെന്നായിരുന്നു DCC നിലപാട്.
തുടർന്നാണ് വ്യാഴാഴ്ച രാവിലെ 11:30 ഇന്ദിരാഭവനിൽ നേതാക്കൾ ഏറ്റുമുട്ടിയത്. ജില്ലാ പഞ്ചായത്ത് ചിറ്റാരിക്കാൽ ഡിവിഷനിൽ വെസ്റ്റേളേരി പഞ്ചായത്തിലെ മൗക്കോട് വാർഡംഗം MV ലിജിനയെ സ്ഥാനാർത്ഥിയാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇത് പരിഗണിക്കാതെ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രനാണ് സീറ്റ് നൽകിയത്. ഇതിൽ ലിജിന കാസർഗോഡ് വാർത്താസമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് റദ്ദാക്കുകയായിരുന്നു. DDF ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ തനിച്ച് മത്സരിക്കുമെന്നാണ് സൂചന. DCC ഓഫീസിലുണ്ടായ കയ്യാങ്കളി വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് കാരണമായ സാഹചര്യത്തിൽ സംഭവം 2-അംഗ സമിതി അന്വേഷിക്കും. റിപ്പോർട്ട് ലഭിച്ച ശേഷം വിഷയത്തിൽ നടപടിയുണ്ടാകുമെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ പറഞ്ഞു. ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങൾക്കും ചാനലുകൾ ഉൾപ്പെടെ വാർത്ത കൊടുക്കുന്നതിന് വേണ്ടി വീഡിയോയിൽ പകർത്തിയ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി സഫ്വാൻ കുന്നിലിനെ ഇന്നലെ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായ അന്വേഷണം നടത്തി 5 ദിവസത്തിനകം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ജില്ലയിലെ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവും UDF കൺവീനറുമായ A. ഗോവിന്ദൻ നായരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ MC പ്രഭാകരനെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇത് പാർട്ടി വളരെ ഗൗരവമായാണ് ഈ വിഷയങ്ങളെ കാണുന്നത്. കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലക്കകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDFനും നല്ല ശുഭ സൂചകമായ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. അച്ചടക്ക ലംഘനവുമായി ആര് മുമ്പോട്ട് പോയാലും അവർക്കെതിരെയെല്ലാം ശക്തമായ നടപടികളുമായി മുമ്പോട്ട് പോകുവാനാണ് KPCCയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം. ഇതിനിടെ DCC ഓഫീസിലെ കൂട്ടത്തല്ല് മാധ്യമങ്ങളെ അറിയിച്ചുവെന്നതിന്റെ പേരിൽ കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി KM സഫ്വാൻ കുന്നിലിനെ സസ്പെൻഡ് ചെയ്തു. നിസാര സംഭവങ്ങൾ വാർത്താ ചാനലുകളിൽ നൽകി പാർട്ടിയെ അപകീർത്തിപ്പെടുത്തിയതിന്റെ പേരിലാണ് നടപടിയെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുപ്രസിദ്ധ മോഷ്ടാവ് തൊരപ്പൻ സന്തോഷ് പിടിയിൽ. കാസർഗോഡ് മേൽപ്പറമ്പിൽ സൂപ്പർമാർക്കറ്റ് കുത്തി തുറന്ന് കവർച്ച നടത്തുന്നതിനിടയിലാണ് തൊരപ്പൻ സന്തോഷിനെ നാട്ടുകാർ പിടികൂടിയത്. രക്ഷപ്പെടുവാൻ കടയുടെ 1-ാം നിലയിൽ നിന്നും താഴേക്ക് ചാടിയ പ്രതിയുടെ കാൽ ഒടിഞ്ഞു. വ്യാഴാഴ്ച രാത്രി 9 മണിയോടെയാണ് ഇയാൾ മേൽപ്പറമ്പ് പ്രദേശത്ത് എത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിവരെ ഇയാൾ മേൽപ്പറമ്പ് പഴയ മിൽമ ബൂത്തിന് സമീപത്തെ ക്യാഷ്മാർട്ട് ഹൈപ്പർ മാർക്കറ്റിന് സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ മറഞ്ഞുനിന്ന ശേഷം ആരുമില്ലാത്ത സമയം നോക്കി ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഷട്ടറിലെ പൂട്ട് പൊളിച്ച് കടയ്ക്കുള്ളിൽ പ്രവേശിക്കുകയായിരുന്നു. ക്യാഷ് കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന 3000 രൂപ കൈക്കലാക്കിയ ശേഷം രക്ഷപ്പെടുവാൻ ശ്രമം നടത്തി. ഇതിനിടെ കടയുടെ സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകൾ എടുക്കുവാനായി എത്തിയ യുവാക്കൾക്ക് ഹൈപ്പർ മാർക്കറ്റിനകത്തു നിന്നും സംശയാസ്പദമായ ശബ്ദം കേൾക്കുകയും ഇവർ ഉടൻ തന്നെ വിവരം നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തു. നാട്ടുകാർ ഓടിക്കൂടി കെട്ടിടം വളഞ്ഞതോടെ സന്തോഷ് പരിഭ്രാന്തനാകുകയും പിന്നാലെ കെട്ടിടത്തിൻ്റെ 1-ാം നിലയിൽ നിന്നും താഴേക്ക് ചാടുകയുമായിരുന്നു. ചാട്ടത്തിനിടെ കാൽ ഒടിഞ്ഞതിനാൽ സന്തോഷിന് രക്ഷപ്പെടുവാൻ സാധിച്ചില്ല. നാട്ടുകാർ പിടികൂടിയ ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിക്കുകയും മേൽപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. സ്ഥാപനത്തിൻ്റെ പങ്കാളി K. അനൂപ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മേൽപ്പറമ്പ് പോലീസ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചികിത്സയ്ക്ക് ശേഷം ഇയാളെ റിമാൻഡ് ചെയ്യും. കുടിയാൻമല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിച്ചു വരുന്ന സന്തോഷ് നിരവധി കവർച്ചാ കേസുകളിൽ പ്രതിയാണ്. പകൽ സമയം സ്ഥലം നോക്കിവെച്ച് രാത്രിയെത്തി കവർച്ച നടത്തുന്നതാണ് ഇയാളുടെ രീതി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പിറ്റ് NTPS ആക്ട് പ്രകാരം ഒരാൾ കൂടി കരുതൽ തടങ്കലിൽ. നെക്രാജെ സ്വദേശി ഇക്ബാൽ PM-നെയാണ് ബദിയടുക്ക പോലീസ് പിടികൂടിയത്. കേരളത്തിലും കർണാടകയിലെ വിവിധ സ്റ്റേഷനുകളിലുമായി നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയാണ് പിടിയിലായ ഇക്ബാൽ. കർണാടകയും കേരളത്തിൽ കാസർഗോഡ് ബദിയടുക്ക പോലീസ് സ്റ്റേഷനുകളിലും മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് ഇക്ബാൽ. ദക്ഷിണ കന്നഡ കാവൂർ പോലീസ് സ്റ്റേഷനിൽ 2019 41.140 കിലോ കഞ്ചാവ് കടത്തിയതിനും ബദിയടുക്ക പോലീസ് സ്റ്റേഷനിൽ 2025 26.100 ഗ്രാം MDMA കൈവശം സൂക്ഷിച്ച കേസിലും പ്രതിയാണ് ഇയാൾ.
ഇതോടെ ജില്ലയിൽ പിറ്റ് NTPS ആക്ട് പ്രകാരം പിടിയിലായവരുടെ എണ്ണം 12ആയി. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ASP ഡോക്ടർ നന്ദഗോപൻ IPSന്റെ മേൽനോട്ടത്തിൽ ബദിയടുക്ക ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ Aയുടെ നേതൃത്വത്തിൽ SI M സഫ്യസാജിയും സംഘവും പ്രതിയെ പിടികൂടി തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. SSF കാസർഗോഡ് ജില്ലാ ഹയർ സെക്കൻഡറി ഗാല 22-ന് മഞ്ചേശ്വരത്ത് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SSF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സമ്മേളനമായ സ്റ്റുഡൻസ് ഗാല 22-ന് മഞ്ചേശ്വരം AH പാലസിൽ നടക്കും. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന കേരള യാത്രയുടെ അനുബന്ധമായാണ് സ്റ്റുഡൻസ് ഗാല നടക്കുന്നത്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ കഴിവും നൈപുണ്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനും കരിയർ അടക്കമുള്ള മേഖലയിൽ പുതിയ അവസരങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനും വേണ്ടി ഒരുക്കുന്ന സമ്മേളനത്തിൽ അക്കാദമിക് രംഗത്തെ പ്രമുഖരും മറ്റു വിശിഷ്ട വ്യക്തികളും സെഷനുകൾ അവതരിപ്പിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉപാധ്യക്ഷൻ സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും. LBS എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ഷുക്കൂർ മുഖ്യാതിഥിയാകും. പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങൾ, സയ്യിദ് മുനീറുൽ അഹ്ദൽ തങ്ങൾ, താജുദ്ദീൻ മാസ്റ്റർ, ജാബിർ നേരോത്ത് തുടങ്ങിയവർ സംസാരിക്കും. വിവിധ സെഷനുകളിലായി അനസ് അമാനി, ഡോക്ടർ തൻവീർ, CA അഹമ്മദ് റാസി, മൂസ നവാസ്, CN ജാഫർ, TK റമീസ്, ഷബീർ നൂറാനി, ഹാദി തുടങ്ങിയവർ ക്ലാസുകൾ അവതരിപ്പിക്കും. വിദ്യാർത്ഥികൾക്കായി ഇന്റർ സ്കൂൾ കലാകായിക മത്സരങ്ങൾ കൂടി സംഘടിപ്പിക്കും. വിദ്യാർത്ഥി റാലിയോടെ ഗാല സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന കേരള യാത്രയുടെ ഭാഗമായി SSF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സമ്മേളനമായ സ്റ്റുഡൻസ് ഗാല നവംബർ 22-ന് മഞ്ചേശ്വരം AH പാലസിൽ നടക്കും. നോ ക്യാപ് ഈസ് ടുമോറോ എന്ന ടൈറ്റിലൈനിലാണ് സമ്മേളനം നടക്കുക. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ കഴിവും നൈപുണ്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനും കരിയർ അടക്കമുള്ള മേഖലയിൽ പുതിയ അവസരങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനു വേണ്ടി ഒരുക്കുന്ന സമ്മേളനത്തിൽ അക്കാദമിക് രംഗത്തെ പ്രമുഖരും മറ്റു വിശിഷ്ട വ്യക്തികളും സെഷനുകൾ അവതരിപ്പിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉപാധ്യക്ഷൻ സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും. LBS എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷുക്കൂർ മുഖ്യാതിഥിയാകും. പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങൾ, സയ്യിദ് മുനീറുൽ അഹ്ദൽ തങ്ങൾ, താജുദ്ദീൻ മാസ്റ്റർ, ജാബിർ നേരോത്ത് തുടങ്ങിയവർ സംസാരിക്കും. വിവിധ സെഷനുകളിലായി അനസ് അമാനി, ഡോക്ടർ തൻവീർ, CA അഹമ്മദ് റാസി, മൂസ നവാസ്, CN ജാഫർ സ്വാദിഖ്, TK റമീസ്, ഷബീർ നൂറാനി, ഹാദി തുടങ്ങിയവർ ക്ലാസ് അവതരിപ്പിക്കും. വിദ്യാർത്ഥികൾക്കായി കാസർഗോഡ് ജില്ലയിലെ ഇന്റർ സ്കൂൾ കലാകായിക മത്സരങ്ങൾ കൂടി സംഘടിപ്പിക്കും. വിദ്യാർത്ഥി റാലിയോടെ ഗാല സമാപിക്കും. ഷാഹിദ് പെട്ടിക്കൊണ്ട, മുർഷിദ് പുളിക്കൂർ, ജംഷീദ് ചടേക്കാൽ, മുഹമ്മദ് ഖാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള കർണാടക അതിർത്തി പ്രദേശമായ പാണാജെ അർളപ്പദവിൽ പുലി ഇറങ്ങിയതിനെ തുടർന്ന് പ്രദേശവാസികൾ ഭീതിയിൽ. കഴിഞ്ഞ ദിവസം പ്രദേശവാസിയാണ് പുലിയെ കണ്ടത്. ഇക്കാര്യം സ്ഥിരീകരിക്കുവാനായി സമീപത്തെ ബദരിയ പള്ളിയിലെ CCTV ക്യാമറ പരിശോധിച്ചപ്പോൾ പുലി റോഡിലൂടെ നടന്നുപോകുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തി. ഈ ദൃശ്യങ്ങൾ KCN ന്യൂസിന്. കേരള കർണാടക അതിർത്തി പ്രദേശമായ പാണാജെ അർളപ്പദവ് ഗ്രാമം പുലിഭീതിയിൽ. ബദരിയ പള്ളിക്ക് സമീപത്തായി നടന്നുപോകുന്നയാളാണ് പുലിയെ കണ്ടത്. ഇക്കാര്യം സ്ഥിരീകരിക്കുവാനായി സമീപത്തെ ബദരിയ പള്ളിയിലെ CCTV ക്യാമറ പരിശോധിച്ചപ്പോൾ പുലി റോഡിലൂടെ നടന്നുപോകുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തി. ഇതോടെ പ്രദേശമൊന്നാകെ പുലിഭീതിയിലായിരിക്കുകയാണ്. അതേസമയം കാസർഗോഡ് ബേഡകം കൊളത്തൂരിൽ നിന്നും വനം വകുപ്പ് അധികൃതർ കൂടുവെച്ച് പിടികൂടി വനത്തിൽ വിട്ട പുലിയാണ് പാണാജെയിലെ ജനവാസ കേന്ദ്രത്തിൽ എത്തിയതെന്ന ഗുരുതര ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. കൊളത്തൂരിൽ കൂട്ടിൽ കുടുങ്ങിയ പുലിയെ ഈ പ്രദേശത്തിനിപ്പുറമുള്ള ബണ്ടാജെ റിസർവ് വനത്തിൽ അന്ന് തുറന്നുവിട്ടത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിൽ കരുത്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി UDF.
മുസ്ലിം ലീഗ് നേതാവ് മാഹിൻ കേളോട്ട് ഉൾപ്പെടെയുള്ളവരെ കളത്തിലിറക്കിയാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജനപ്രതിനിധിയായുള്ള അനുഭവ സമ്പത്തും മികച്ച സംഘാടനവുമെല്ലാം തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF പഞ്ചായത്ത് പിടിച്ചെടുക്കുവാൻ മാഹിൻ കേളോട്ടിനെയുൾപ്പെടെയുള്ളവരെ തന്നെ രംഗത്തിറക്കിയത്. മികച്ച പോരാട്ടത്തിനാണ് ഇത്തവണ ബദിയടുക്ക പഞ്ചായത്തിൽ കളമൊരുങ്ങിയിരിക്കുന്നത്. UDFും BJPയും മുഖാമുഖം വരുന്ന പോരാട്ടത്തിൽ പഞ്ചായത്ത് പിടിച്ചെടുക്കുവാൻ UDFും BJPയും കരുക്കൾ നീക്കുകയാണ്. മുസ്ലിം ലീഗ് നേതാവ് മാഹിൻ കേളോട്ട് ഉൾപ്പെടെയുള്ളവരെ സ്ഥാനാർത്ഥികളായി കളത്തിലിറക്കിയാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജനപ്രതിനിധിയായുള്ള അനുഭവ സമ്പത്തും 2 പ്രാവശ്യം ബദിയടുക്ക പഞ്ചായത്തിലെ പ്രസിഡന്റായി പ്രവർത്തിച്ചതും നേതൃഗുണവുമെല്ലാം മാഹിൻ കേളോട്ടിന്റെ വിജയത്തിൽ നിർണായകമാകുമെന്ന പ്രതീക്ഷയിലാണ് UDF നേതൃത്വം. മുസ്ലിം ലീഗ് കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റും UDF ചെയർമാനുമായ മാഹിൻ കേളോട്ടിന്റെ വരവ് UDF ക്യാമ്പിന് ആവേശം നൽകുന്നതാണ്. സീതാങ്കോളി വാർഡിൽ നിന്നുമാണ് മാഹിൻ കേളോട്ട് ജനവിധി തേടുന്നത്. നേതാക്കളോടൊപ്പവും പ്രവർത്തകരോടൊപ്പവും പ്രകടനമായെത്തി മാഹിൻ കേളോട്ട് ബദിയടുക്ക പഞ്ചായത്ത് ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. റിട്ടേണിംഗ് ഓഫീസർ സന്ദേശിന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. 2 സെറ്റ് പത്രികയാണ് നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ബദിയടുക്ക പഞ്ചായത്തിൽ UDFും BJPയും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടന്നത്. അന്ന് 19 വാർഡുകളിലേക്ക് നടന്ന പോരാട്ടത്തിൽ UDFും BJPയും 8 വീതം സീറ്റുകളും LDF 3 സീറ്റുകളുമാണ് നേടിയത്. തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ UDFന് പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിക്കുകയായിരുന്നു. ഇത്തവണ ഭാഗ്യത്തിന്റെ തുണയില്ലാതെ തന്നെ പഞ്ചായത്ത് ഭരണം UDFന് ലഭിക്കുമെന്ന പ്രത്യാശയാണ് മാഹിൻ കേളോട്ട് പങ്കുവയ്ക്കുന്നത്. നിലവിൽ 21 വാർഡുകളുള്ള ബദിയടുക്ക പഞ്ചായത്തിൽ 12നും 14നും ഇടയിലുള്ള സീറ്റുകൾ UDFന് ലഭിക്കുമെന്ന് മാഹിൻ കേളോട്ട് പറഞ്ഞു. രാജ്യത്ത് ജനാധിപത്യവും പൗരാവകാശവും ധ്വംസിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ 25 വർഷക്കാലമായി ബദിയടുക്ക പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബദിയടുക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മതേതര മണ്ണാണ്. ആ മതേതര മണ്ണ് കാത്തു സൂക്ഷിക്കേണ്ടത് ഇവിടുത്തെ ഓരോ ജനാധിപത്യ വിശ്വാസികളുടെയും കടമയാണ്. ജനാധിപത്യ സംവിധാനം ഈ ബദിയടുക്കയിൽ നിലനിൽക്കണം, സമാധാനം നിലനിൽക്കണം, സാഹോദര്യം നിലനിൽക്കണം. അതോടൊപ്പം തന്നെ സ്നേഹത്തോടു കൂടി നമ്മുടെ നാട് മുന്നോട്ട് പോകണം. അതിന് ശക്തമായ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മുന്നണി ഇവിടെ വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. നമ്മൾ 12നും 14നും ഇടയിലുള്ള സീറ്റുകൾ ഇവിടെ ബദിയടുക്ക പഞ്ചായത്തിൽ നമുക്ക് UDFന് ലഭിക്കും. യാതൊരു സംശയം വേണ്ട. 12ന് മുകളിലല്ലാതെ 12നും 14നും ഇടയിലുള്ള സീറ്റുകൾ നേടി ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ അധികാരത്തിൽ വരും. അതേസമയം ബദിയടുക്കയിൽ ഇത്തവണ ഏകപക്ഷീയമായ വിജയം നേടി ഭരണത്തിലേറാമെന്ന ആത്മവിശ്വാസമാണ് BJPക്കുള്ളത്. അതിനായുള്ള മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് BJP നിര. ശക്തമായ സ്ഥാനാർത്ഥികളെയാണ് BJP ഓരോ വാർഡിലും മത്സര രംഗത്തിറക്കിയിരിക്കുന്നത്. LDFും യുവത്വത്തിനുൾപ്പെടെ പ്രാധാന്യം നൽകിയുള്ള സ്ഥാനാർത്ഥികളെയാണ് മത്സര രംഗത്തിറക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരസഭയിലെ നെല്ലിക്കുന്ന് 35ാം വാർഡിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാൻ മുസ്ലിം ലീഗ്. മെഹറുന്നിസ ഹമീദാണ് ഇത്തവണ നെല്ലിക്കുന്ന് വാർഡിൽ നിന്നും ജനവിധി തേടുന്നത്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ ജനകീയ മുഖമാണ് മെഹറുന്നിസ. കാസർഗോഡ് നഗരസഭാ ഓഫീസിൽ നേതാക്കളോടും പ്രവർത്തകരോടുമൊപ്പം പ്രകടനമായെത്തി വരണാധികാരിക്ക് മുൻപാകെ മെഹറുന്നിസ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കാസർഗോഡ് നഗരസഭയിലെ പ്രധാന വാർഡുകളിലൊന്നായ നെല്ലിക്കുന്ന് 35ാം വാർഡിൽ ഇത്തവണ മികച്ച സ്ഥാനാർത്ഥിയെയാണ് മുസ്ലിം ലീഗ് രംഗത്തിറക്കിയത്. വാർഡിലെ ജനകീയ മുഖമായ മെഹറുന്നിസ ഹമീദാണ് നെല്ലിക്കുന്നിൽ നിന്നും ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണ വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും മെഹറുന്നിസയുടെ വ്യക്തിപ്രഭാവവും ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. അതിനുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണമായിരിക്കും വാർഡിൽ നടത്തുക. പ്രവർത്തകരോടും നേതാക്കളോടുമൊപ്പം പ്രകടനമായി നഗരസഭാ ഓഫീസിലെത്തിയാണ് മെഹറുന്നിസ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 2 സെറ്റ് പത്രികകളാണ് നൽകിയത്. ഒപ്പം ഭർത്താവ് ഹമീദ് എന്നെയും ഉണ്ടായിരുന്നു.
മുസ്ലിം ലീഗ് വാർഡ് പ്രസിഡന്റ് അബ്ദുൽ റഹിമാൻ ചക്കര, സെക്രട്ടറി കമറുദ്ദീൻ തായൽ, ട്രഷറർ അബ്ദു തൈവളപ്പ്, മുനിസിപ്പൽ യൂത്ത് ലീഗ് സെക്രട്ടറി താജു ബെൽക്കാട്, അബ്ബാസ് ബത്തല, സാദിഖ് ലിപ്ടൺ, വനിതാ ലീഗ് നേതാക്കളായ സൈബുന്നിസ ഹനീഫ്, ആയിഷ അബ്ദുൽ റഹിമാൻ, കൂടാതെ ഹമീദ് മാസ്റ്റർ, അബ്ദുല്ല തൈവളപ്പ്, റഹ്മാൻ കേളുവളപ്പ് എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ കേരളം നമ്പർ 1 ആയത് ഭൗതിക സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്ത് വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തിയതിലൂടെയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ LDF ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ കേരളം നമ്പർ 1 ആയത് ഭൗതിക സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്ത് വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തിയതിലൂടെയാണെന്ന് MV ജയരാജൻ പറഞ്ഞു. 99% മാത്രമാണ് കിട്ടിയത്. ഇത്തവണ 99.3% മാത്രം. ടോപ്പ് അച്ചീവർ ആ പദവിയാണ് നമുക്ക് കിട്ടിയത്. അതിന് അവാർഡ് കഴിഞ്ഞ ദിവസം നമ്മുടെ വ്യവസായ മന്ത്രി കേന്ദ്ര മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി വരുന്നവരുടെ റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ 7 വർഷം തുടർച്ചയായി നീതി ആയോഗ് വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിനാണ് 1ാം സ്ഥാനം നൽകിയത്. ആ അംഗീകാരം കേരളത്തിന് കിട്ടിയത് 5000-ലേറെ കോടി രൂപയുടെ സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങൾ നവീകരിച്ചതിലൂടെയാണ്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെട്ടു. EMS ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ CPI ജില്ലാ കൗൺസിൽ അംഗം A അമ്പുഞ്ഞി അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ജനാർദ്ദനൻ, ജില്ലാ കമ്മിറ്റി അംഗം മാധവൻ മണിയറ, ഏരിയ സെക്രട്ടറി K ബാലകൃഷ്ണൻ, മുകേഷ് ബാലകൃഷ്ണൻ, P പത്മിനി, K രാജു, T ഗംഗാധര വാര്യർ, M നാരായണൻ, K അസിനാർ, KV രഘുത്തമൻ, N മുഹമ്മദ് ഹാജി, PV കൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഡോക്ടർ സെറീന സലാം എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികളെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. K സുന്ദരൻ ചെയർമാനും PV കൃഷ്ണൻ കൺവീനറുമായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മംഗൽപാടി പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 22ാം വാർഡ് നയബസാറിൽ മത്സരിക്കുന്ന PM സലീം, 2ാം വാർഡിൽ മത്സരിക്കുന്ന ഗോൾഡൻ അബ്ദുറഹ്മാൻ, 12ാം വാർഡിൽ മത്സരിക്കുന്ന നസീറ ഉൾപ്പെടെയുള്ളവർ നേതാക്കളോടൊപ്പവും പ്രവർത്തകരോടൊപ്പവും എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ശക്തമായ പോരാട്ടത്തിന് കളമൊരുങ്ങിയിരിക്കുന്ന മംഗൽപാടി പഞ്ചായത്തിലേക്ക് പ്രബലരായ സ്ഥാനാർത്ഥികളെയാണ് മുസ്ലിം ലീഗ് ഇക്കുറി കളത്തിലിറക്കിയിരിക്കുന്നത്. ജനകീയ മുഖങ്ങളായ PM സലീം, ഗോൾഡൻ അബ്ദുറഹ്മാൻ, നസീറ ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്തുള്ളത് UDF ക്യാമ്പിന് വലിയ വിജയപ്രതീക്ഷയാണ് നൽകുന്നത്. 22ാം വാർഡ് നയാബസാറിൽ നിന്നുമാണ് PM സലീം ജനവിധി തേടുന്നത്. ഗോൾഡൻ അബ്ദുറഹ്മാൻ 2ാം വാർഡിൽ നിന്നും, നസീറ 12ാം വാർഡിൽ നിന്നുമാണ് ജനവിധി തേടുന്നത്. ഈ നേതാക്കൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നേതാക്കളോടൊപ്പവും പ്രവർത്തകരോടൊപ്പവും എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. എല്ലാ സ്ഥാനാർത്ഥികളും തികഞ്ഞ വിജയപ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും തങ്ങളുടെ സ്ഥാനാർത്ഥികൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം സംസാരിക്കവേ PM സലീം പറഞ്ഞു. നയബസാർ വാർഡ് 22-ൽ നിന്നാണ് ഞാൻ മത്സരിക്കുന്നത്. നാടിൻ്റെ സമഗ്രമായ വികസനമാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ വാർഡ് മാത്രമല്ല, മംഗൽപാടി പഞ്ചായത്തിലെ മുഴുവൻ സ്ഥലത്തും വികസനം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെമ്പർ എന്ന നിലയിൽ നമ്മുടെ ഒരു കർത്തവ്യം. അത് ഒരു പ്രയാസവും കൂടാതെ നല്ല നിലയിൽ നടപ്പിലാക്കുവാനുള്ള ശ്രമം തുടർന്നു പോകും. 2000-ൽ ഞാൻ ഗോൾഡൻ അബ്ദുൽ ഖാദർ സാഹിബിൻ്റെ കൂടെ ഡെവലപ്മെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അന്ന് തന്നെ ഒരുപാട് വികസന കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അതുപോലെ തന്നെ ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനം നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയും നാടിന് വേണ്ടിയും ചെയ്യുമെന്നാണ് എനിക്ക് പറയുന്നത്. വിജയിച്ചു കഴിഞ്ഞാൽ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുമെന്നും PM സലീം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് നഗരസഭ 7ാം വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവെൻഷൻ നടന്നു. CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് K രാജ്മോഹൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭ 7ാം വാർഡ് അതിയാമ്പൂരിൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. 7ാം വാർഡ് അതിയാമ്പൂരിൽ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വി രമേശിന്റെ വിജയത്തിനായുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ള ജില്ലാ കൗൺസിലിൽ കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും എല്ലാം ഉണ്ടായിരുന്നു. കൂടുതൽ അധികാരവും പണവും ഉണ്ടായിരുന്നു. ഭരണഘടനയിലെ 73, 74 ഭേദഗതിയുടെ ഭാഗമായിട്ട് ഇന്ന് കാണുന്ന പഞ്ചായത്ത് രാജ് സംവിധാനം രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റ് കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് വച്ചിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്ന് കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് അനുഭവത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് സഖാവ് നായനാരുടെ ഗവൺമെന്റ് തന്നെയാണ് ജനകീയ ആസൂത്രണം കേരളത്തിൽ നടപ്പിലാക്കിയത്. താഴെത്തട്ടിൽ തന്നെ ആസൂത്രണവും അധികാരവും പണവുമെല്ലാം നൽകുന്ന നിലയിൽ കേരളത്തിലെ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ പ്രാദേശിക ഗവൺമെന്റ് എന്നുള്ള നിലയിലേക്ക് രൂപപ്പെടുത്തിയെടുക്കാനും ആ നിലയിലേക്ക് കേരളത്തിന്റെ വികസന രംഗത്ത് വലിയ പ്രാധാന്യം കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് പ്രാദേശിക ഗവൺമെന്റുകൾക്കുൾപ്പെടെ നൽകുന്ന നിലയിലേക്കുള്ള തീരുമാനമെടുത്തത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. CPI നേതാവ് M കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, M രാഘവൻ, VV പ്രസന്നകുമാരി, M വിദ്യാലത, LDF സ്ഥാനാർത്ഥി VV രമേശൻ എന്നിവർ സംസാരിച്ചു. AK ആൽബർട്ട് സ്വാഗതവും C ലളിത നന്ദിയും പറഞ്ഞു. കൺവെൻഷനിൽ വെച്ച് M കുഞ്ഞിക്കണ്ണനെ പ്രസിഡന്റായും AK ആൽബർട്ടിനെ സെക്രട്ടറിയുമായുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കും രൂപം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ വിജയോത്സവം 2025 സംഘടിപ്പിച്ചു. പള്ളിക്കര GWLPS പ്രധാന അധ്യാപകൻ കൃഷ്ണകുമാർ പള്ളിയത്ത് വിജയോത്സവം 2025 ഉദ്ഘാടനം ചെയ്തു. ഉപഹാര സമർപ്പണം നടത്തി. കഴിഞ്ഞ സബ് ജില്ലാ മേളകളിൽ വിജയിച്ചവർക്കും സംസ്ഥാനതല ഇൻക്ലൂസീവ് കായികമേളയിൽ മത്സരിച്ചവർക്കും സബ് ജില്ലാ സംഘഗാന മത്സരത്തിൽ വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച പരിശീലകർക്കും അനുമോദനം ഒരുക്കുന്നതിനായി വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ വിജയോത്സവം 2025 സംഘടിപ്പിച്ചു. സംസ്ഥാനതല ഇൻക്ലൂസീവ് കായികമേളയിൽ മത്സരിച്ച ആലേഖ് അബ്ദുൽ നാസർ സബ് ജില്ലാ സംഘഗാന മത്സരത്തിലേക്ക് LP UP വിഭാഗം കുട്ടികളെ കഴിഞ്ഞ 2 വർഷങ്ങളായി പരിശീലിപ്പിച്ച ശ്യാമിലി, ശ്രീലക്ഷ്മി സബ് ജില്ലാ മേളകളിൽ വിജയിച്ചവർ എന്നിവർക്കാണ് വിജയോത്സവം 2025 ഭാഗമായി മൊമെന്റോകൾ നൽകി അനുമോദിച്ചത്. പള്ളിക്കര GWLPS പ്രധാനാധ്യാപകൻ കൃഷ്ണകുമാർ പള്ളിയത്ത് വിജയോത്സവം 2025 ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തി. ചുവരുകൾക്കപ്പുറത്തേക്ക് നമ്മുടെ പഠനത്തെ കൊണ്ടുപോകണമെന്ന് പാഠ്യപദ്ധതിയും മറ്റും അനുശാസിക്കുന്നത്. ഇന്നിപ്പോ നിങ്ങളിങ്ങനെ കൂടെ ഒന്നിച്ചിരിക്കുമ്പോഴും ഈ ചൂടും ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ അലട്ടുന്നില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരന് നിങ്ങളുടെ വിദ്യാലയത്തിന് ലഭിച്ച ഏറ്റവും മികവുറ്റ സമ്മാനങ്ങളും ഏറ്റവും മികവുറ്റ ഉപഹാരങ്ങളും സ്വീകരിക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇന്ന് ഈ വിദ്യാലയത്തിലെ കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കളും PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരും. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഈ ഉപജില്ലയിൽ കലോത്സവത്തിലും വിവിധ മേളകളിലും മികച്ച സ്കോർ നേടിയിട്ട് സമ്മാനാർഹനായിട്ടുണ്ട് എന്ന് നമ്മുടെ പ്രധാന അധ്യാപകൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. സ്കൂൾ PTA പ്രസിഡന്റ് P വിനോദ് അധ്യക്ഷനായി. PTA വൈസ് പ്രസിഡന്റ് KV സുനിൽകുമാർ, SMC ചെയർമാൻ P പ്രകാശൻ, മദർ PTA പ്രസിഡന്റ് അമൃത, സീനിയർ അസിസ്റ്റന്റ് ഉമാദേവി എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ വെച്ച് അജാനൂർ പഞ്ചായത്ത് 3-ാം വാർഡ് CDS അംഗങ്ങൾ സ്കൂളിലേക്ക് സംഭാവന ചെയ്ത ഗ്രൈൻഡർ പ്രധാന അധ്യാപകനും PTA ഭാരവാഹികളും ചേർന്ന് ഏറ്റുവാങ്ങി. സ്കൂൾ ഹെഡ് മാസ്റ്റർ T വിഷ്ണു നമ്പൂതിരി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി N ശോഭന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആർട്ട് ഫോറത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നാടകോത്സവം സമാപിച്ചു. അലാമിപ്പള്ളി രാജ് റെസിഡൻസിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു 5 ദിവസങ്ങളിലായി നാടകം അരങ്ങേറിയത്. കാഞ്ഞങ്ങാട് ആർട്ട് ഫോറം 5 ദിവസങ്ങളിലായി അലാമിപ്പള്ളി രാജ് റെസിഡൻസിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടത്തിയ നാടകോത്സവത്തിന് സമാപനമായി.
ആക്രമണവും അനീതിയും വർഗീയതയും ഇല്ലാതാക്കി സമൂഹ നന്മ ഉയർത്തുന്ന നിരവധി സന്ദേശങ്ങൾ നൽകുന്ന കഥകൾ വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും ജനങ്ങളിൽ എത്തിക്കുന്ന 5 നാടകങ്ങളാണ് എല്ലാ ദിവസവും അരങ്ങേറിയത്. നാട്ടിലെ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ എല്ലാ ദിവസവും നാടകം കാണാനെത്തി. നാടകത്തിന് മുന്നോടിയായി ആർട്ട് ഫോറം അംഗങ്ങളുടെ ഗാനാലാപനവും നാടകത്തിന് ശേഷം നാടകത്തെ അവലോകനം ചെയ്യുന്ന പന്തൽ ചർച്ചകളും നടന്നു. ആർട്ട് ഫോറം പ്രസിഡന്റ് വി സുരേഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ചന്ദ്രൻ അലാമിപ്പള്ളി സ്വാഗതവും ട്രഷറർ വി സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാർത്തിക നിത്യാനന്ദ കലാകേന്ദ്രം ഫോക്ലാൻഡുമായി ചേർന്ന് ചെണ്ടമേളം പരിശീലനം നടത്തി. വാദ്യ കലാകാരൻ സന്തോഷ് മാരാർ നീലേശ്വരം ഉദ്ഘാടനം ചെയ്തു. കാർത്തിക നിത്യാനന്ദ കലാകേന്ദ്രം ഫോക്ലാൻഡുമായി ചേർന്ന ചെണ്ടമേളം പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമീണ മേഖലയിൽ കലാപരമായ ഉയർച്ചയോടൊപ്പം സ്വയം തൊഴിലിലൂടെ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലനം നൽകിയത്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി ആളുകൾ പരിശീലനത്തിന്റെ ഭാഗമായി. കലാകേന്ദ്രത്തിൽ വെച്ചാണ് പരിശീലനം നടക്കുന്നത്. വാദ്യകലയിൽ അപൂർവമായി ലഭിക്കുന്ന രാജരാജേശ്വര പട്ടം നേടിയ വാദ്യ കലാകാരൻ സന്തോഷ് മാരാർ നീലേശ്വരം ഉദ്ഘാടനം ചെയ്തു. ചെണ്ട പരിശീലന ക്ലാസ് ആരംഭിക്കുകയാണ്. ഇവിടുത്തെ കുട്ടികൾ, മുതിർന്നവരും വനിതകളും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ സംഘടിപ്പിക്കാൻ പോകുന്നത്. അതിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് പുളിമുട്ടി കൊണ്ട് ചെറിയ കല്ലിലോ അല്ലെങ്കിൽ മരക്കുട്ടയിലോ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അത് ഏകദേശം ഒരു 6 മാസത്തോളം കാലം നമ്മൾ അതിൻ്റെ പരിശീലനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. പരിശീലനത്തിന് നമ്മൾ പ്രധാനമായും ഉൾപ്പെടുത്തുന്നത് പഞ്ചാരി മേളത്തിൻ്റെ 4ഉം 5ഉം കാലങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തുന്നത്. അത് ഏകദേശം ഒരു 1/2-3/4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന രീതിയിൽ ഉള്ള ഒരു വാദ്യ പരിശീലന ക്ലാസ്സാണ്. ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു. അധ്യാപകനും വാദ്യകലാ പരിശീലകനുമായ സനൽ മാരാരാണ് പരിശീലനം നൽകുന്നത്. കലാകേന്ദ്രം സെക്രട്ടറി ദിവ്യേഷ് പി, കലാകേന്ദ്രം വനിതാവേദി പ്രസിഡന്റ് ബിന്ദു ശശി എന്നിവർ സംസാരിച്ചു. കലാകേന്ദ്രം സെക്രട്ടറി ശിവചന്ദ്രൻ കാർത്തിക സ്വാഗതവും ഫോക്ലാൻഡ് സെക്രട്ടറി കെ സുരേഷൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയപരിധി അവസാനിച്ചു. കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഓഫീസുകളിൽ വരണാധികാരികൾക്ക് മുൻപാകെ സ്ഥാനാർത്ഥികൾ കൂട്ടമായെത്തിയത് വലിയ തിരക്കിന് കാരണമായി. നാളെ സൂക്ഷ്മ പരിശോധന. കാസർഗോഡ് DCC ഓഫീസിലുണ്ടായ കയ്യാങ്കളി 2-അംഗ സമിതി അന്വേഷിക്കും. വിഷയത്തിൽ നടപടിയുണ്ടാകുമെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. കുപ്രസിദ്ധ മോഷ്ടാവ് തൊരപ്പൻ സന്തോഷ് പിടിയിൽ. കാസർഗോഡ് മേൽപ്പറമ്പിൽ സൂപ്പർ മാർക്കറ്റ് കുത്തിത്തുറന്ന് കവർച്ച നടത്തുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത്. SSF കാസർഗോഡ് ജില്ലാ ഹയർ സെക്കൻഡറി ഗാല 22-ന് മഞ്ചേശ്വരത്ത് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പണാജെ അർളപ്പദവിൽ പുലിയിറങ്ങിയതിനെ തുടർന്ന് പ്രദേശവാസികൾ ഭീതിയിൽ. കഴിഞ്ഞ ദിവസം വഴിയാത്രക്കാരനാണ് പുലിയെ കണ്ടത്. കാസർഗോഡ് പിറ്റ് NDPS ആക്ട് പ്രകാരം ഒരാൾ കൂടി കരുതൽ തടങ്കലിൽ. നെക്രാജെ സ്വദേശി ഇക്ബാൽ PM-നെയാണ് ബദിയടുക്ക പോലീസ് പിടികൂടിയത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.